ഹലോ, എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. മോള് ഡ്യൂട്ടിക്ക് പോകുക കേട്ടോ. അവനും ഞാനുമായിട്ടുള്ള ഒരു ദിവസത്തെ കുറച്ച് സമയങ്ങളാണ് ഞാനിവിടെ ചിത്രീകരിക്കുന്നത്. ഒരു പേരക്കുട്ടിയും അച്ഛമ്മയും തമ്മിലുള്ള കുറച്ച് കാര്യങ്ങൾ. എല്ലാവരും നമ്മുടെ വീഡിയോ കാണണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. അവൻ്റെ അമ്മേനെ സന്തോഷപൂർവ്വം കേട്ടോ അവൻ വിടുന്നത്. വഴക്കോ ബഹളമോ ഒന്നുമില്ല. കുഞ്ഞിന് പനിയും കഫക്കെട്ടൊക്കെ ആയത് കാരണം അത്യാവശ്യം നല്ല തണുപ്പുണ്ട്. അല്ലേ, നമ്മളൊക്കെ സ്വെറ്റർ ഇട്ടിട്ടാണ് ഇവിടെ നിൽക്കുന്നത്. ഒരു എന്താ പറയുക, ഭയങ്കര തണുത്ത കാറ്റാണ്. അത് കാരണം അവനെ തൊപ്പിയും ഇതൊക്കെ ഇടിയിച്ചിട്ട് തന്നെയാണ്. നമ്മൾ രാവിലെ ദോശയും പിന്നെ പനങ്കൽക്കണ്ടം ഇട്ട് തിളപ്പിച്ച വെള്ളമാണ്. അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വെറും വെള്ളം കുടിച്ചാൽ അവന് ദോശയ്ക്കൊന്നും കഴിക്കത്തില്ല. പിന്നെ പാൽ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും കൊടുക്കാൻ പറ്റില്ല, എപ്പോഴും കഫക്കെട്ടാണ്. അത് കാരണം ഈ പനങ്കൽക്കണ്ടമുള്ള വെള്ളം കുറേശ്ശെ കൊടുക്കുമ്പോൾ അത് നന്നായിട്ട് കുടിക്കും. അപ്പോൾ ആ കൂടെ അവൻ ആ ദോശയും കഴിച്ചോളും. ടി വി കണ്ടിരുന്നിട്ടാണ് എല്ലാം കഴിക്കുന്നത്. ടി വി ഇല്ലാത്തൊരു ഇതില്ല. എന്നാലും കുറേയൊക്കെ കളിച്ചൊക്കെ ഭക്ഷണം കഴിക്കും കുറേശ്ശെയൊക്കെ. ഇപ്പോൾ പിന്നെ ഭക്ഷണം അങ്ങനെ വേണ്ട അവന്, പനിയായത് കാരണം. അവൻ്റെ എല്ലാ ഇതും കഴിഞ്ഞു. പിന്നെ മരുന്ന്, അതൊരു ഭയങ്കര ടാസ്ക്കാണ്. എല്ലാ അമ്മമാർക്കും അറിയാം. അമ്മമാർക്കെന്ന് ഇപ്പോൾ അച്ഛമ്മയാണ് ഞാൻ. ഈ മരുന്ന് കൊടുക്കൽ ഭയങ്കര ഇതാണ്. പിന്നെ എന്തോ ഒരു ഭാഗ്യത്തിന് അവൻ കുടിക്കുന്നുണ്ട്. പിന്നെ കൊച്ചിന് തന്നെ മനസ്സിലായി ഇത് കുടിച്ചില്ലെങ്കിൽ രക്ഷയില്ല എന്ന്. അത് കാരണം പിന്നെ അവൻ വിളിച്ച് കാണിക്കും. ഇതുമായിട്ടുള്ള യുദ്ധമൊക്കെ കഴിഞ്ഞായിരിക്കും പിന്നെ നമ്മൾ എന്തെങ്കിലും കഴിക്കാൻ. ഇവനെ രാവിലത്തെ ഇവൻ്റെ കാര്യങ്ങളെല്ലാം ചെയ്ത് അവനെ ഉറക്കി കിടത്താതെ നമുക്കൊന്നും കഴിക്കാൻ തോന്നത്തില്ല. അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ എങ്ങനെ കഴിക്കാൻ നോക്കിയാലും നമുക്കൊരു തൃപ്തി വരത്തില്ല. കുഞ്ഞിൻ്റെ കാര്യങ്ങൾ ചെയ്ത് തീർക്കാതെ അത് അവൻ ഉറങ്ങി കഴിയുമ്പോഴാണെങ്കിൽ നമുക്ക് സമാധാനമായിട്ടിരുന്നിട്ട് ചായ കുടിക്കാം. ചിലപ്പോൾ ഉറക്കം കുറച്ച് നേരം ഉറങ്ങും, ചിലപ്പോൾ 10 മിനിറ്റ് അതല്ലെങ്കിൽ അരമണിക്കൂർ, ചിലപ്പോൾ 2 മണിക്കൂർ അങ്ങനെയൊക്കെ ഉറങ്ങും. ഉറങ്ങുന്നതിനനുസരിച്ച് നമ്മൾ പറന്ന് നടന്ന ഓരോ കാര്യങ്ങൾ ചെയ്യും. കാര്യം പറയുവാണെങ്കിൽ വീട്ടിലെ കാര്യങ്ങളെല്ലാം ഒരുമാതിരി ഒതുക്കിയിട്ട് അത് തന്നെയാണ്. രാവിലെ രണ്ടാളും കൂടി എണീറ്റ് എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടൊക്കെയാണ് പോകുന്നത്. എന്നാലും ഒരു വീടല്ലേ, എങ്ങനെ നോക്കിയാലും ഉണ്ടാവുമല്ലോ പണികൾ. അപ്പോൾ അവനെ ഉറങ്ങുന്ന നേരം കൊണ്ട് നമ്മൾ വേഗം അതൊക്കെ ചെയ്ത് തീർക്കും. ഈ ഉറക്കം പുള്ളിക്കാരനൊരു 1.5-2 മണിക്കൂറോളം ഉറങ്ങി കേട്ടോ. ആ നേരം കൊണ്ടാണ് ഞങ്ങൾ വേഗം ചായ, ദോശയും പിന്നെ ചോറിന് വെച്ച സാമ്പാറുണ്ടായിരുന്നു. പിന്നെ കുറച്ച് ചട്നി അരച്ചു. അതെല്ലാം കൂട്ടി ഞങ്ങൾ വേഗം ഭക്ഷണം കഴിച്ചു. ഭക്ഷണമല്ല കേട്ടോ, ബ്രേക്ക്ഫാസ്റ്റ്. പിന്നെ ഉച്ചത്തെ ഭക്ഷണമൊന്നും നമ്മളിതിൽ കാണിച്ചിട്ടില്ല കേട്ടോ. അവനുമായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ മാത്രമല്ലേ, അപ്പോൾ അത് മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ. പിന്നെ അവനെ 2 നേരവും ആവി വലിപ്പിക്കണം. അന്ന് രാവിലെ ചെയ്യേണ്ടതായിരുന്നു. പക്ഷേ അന്നേരം എനിക്ക് ടൈം കിട്ടാത്തതുകൊണ്ടും പിന്നെ ഇവൻ്റെ ചാട്ടിയും കാര്യങ്ങളും ദൈവം പോയി കഴിഞ്ഞപ്പോൾ കുറച്ച് നേരം അവനെ എടുത്തുകൊണ്ട് നടക്കണം. അത് കാരണം പിന്നെ അന്നേരം ആവി വലിച്ചില്ല. ഉറങ്ങി എണീറ്റിട്ടാണ് നമ്മൾ ആവി വലിച്ചത്. ആവി കൊടുക്കുന്നത് ഏറ്റവും നല്ലതാണ് കുട്ടികൾക്ക് കഫക്കെട്ടുള്ളപ്പം. പിന്നെ അവനെ ഉച്ചയ്ക്ക് കഞ്ഞിയാണ് കേട്ടോ, അല്ലെങ്കിൽ ചോറും പിന്നെ എന്തെങ്കിലും സാമ്പാറിൻ്റെ എരിവില്ലാത്ത കഷ്ണങ്ങൾ അങ്ങനെയൊക്കെ, ക്യാരറ്റ് അങ്ങനെയൊക്കെ ഉള്ളതാണ് അവന് കൊടുത്തുകൊണ്ടിരുന്നത്. ഇപ്പോൾ പനി വന്നപ്പോൾ നന്നായിട്ട് ക്ഷീണിച്ചവൻ. അവനെപ്പോഴും പിന്നെ രക്തക്കുറവുള്ള കുട്ടിയാണ്. അപ്പോൾ പിന്നെ അതിന് നമ്മൾ അയണൊക്കെ കൊടുക്കുന്നുണ്ട്. ഈ അയൺ കൊടുത്താൽ എന്താ പ്രശ്നം എന്ന് പറഞ്ഞാൽ കുഞ്ഞുങ്ങളുടെ പല്ലിന് കളർ മാറ്റം അതും ഇതൊക്കെ വരും. പക്ഷേ അതുകൊണ്ട് നമുക്ക് കൊടുക്കാതിരിക്കാൻ പറ്റത്തില്ലല്ലോ. അവന് അയൺ കൊടുക്കുന്നുണ്ട്. ഒത്തിരി തടിയൊന്നും ഇല്ല ആൾ. അത് കഴിഞ്ഞ് കുറച്ച് നേരം അപ്പേൻ്റെ കൂടെ കളിച്ചു. കളിയും ഇതെല്ലാം കഴിഞ്ഞ് വന്നിട്ടാണ് പിന്നെ കിടന്നുറങ്ങിയത്. ഒരു ശല്യവും ഇല്ല. എൻ്റെ തോളത്ത് കിടന്ന് അവനെ കൊട്ടിക്കൊണ്ട് ഇങ്ങനെ നടന്നാൽ മതി. തോളത്ത് കിടന്നുറങ്ങും. പിന്നെ പോയിട്ട് ഒരിച്ചിരി നേരം കൂടെ കിടത്തിയാൽ മതി, അന്നേരം ഉറങ്ങിക്കോളൂ. ഇത് ഉച്ച ഉറക്കമാട്ടോ. രാവിലത്തെ ഉറക്കം കഴിഞ്ഞത് ഉച്ചത്തെ ഉറക്കമാണ്. ഈ വണ്ടിയിൽ ഓടിക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര സന്തോഷം കേട്ടോ. ഒത്തിരി നേരം ഇരുത്തി അവനെ ഓടിക്കുകയാണെങ്കിൽ അവന് ഭയങ്കര സന്തോഷം. കുറേ നേരം ഇരുന്നോളൂ, ഒരു പ്രശ്നമല്ല പുള്ളിക്ക്. അത് കഴിഞ്ഞ് വൈകുന്നേരം നമ്മൾ ഏത്തപ്പഴം പുഴുങ്ങിയതും പിന്നെ സാധാരണ നമ്മൾ വീട്ടിൽ തിളപ്പിച്ച വെള്ളമാണ് കൊടുക്കൽ. അല്ലാതെ വേറെ പ്രത്യേകിച്ച് അതൊന്നുമില്ല. രാത്രിയായി, മോള് ഡ്യൂട്ടി കഴിഞ്ഞ് വന്നെങ്കിലും അവൻ വലിയ കുഴപ്പമൊന്നുമില്ല. എൻ്റെ കൂടെ തന്നെയാണ്. കുറച്ച് പാലൊക്കെ കുടിച്ചിട്ട് പിന്നെ എൻ്റെ അടുത്തേക്ക് തന്നെ വന്നു. അങ്ങനെ ഗുഡ് നൈറ്റ്. എൻ്റെ കാര്യങ്ങൾ രാത്രിയിൽ നമ്മൾ കഞ്ഞി തന്നെയാണ് കൊടുത്തത്. വേറെ കാര്യമായി ഒന്നും കൊടുത്തിട്ടില്ല. പനിയൊക്കെ നന്നായിട്ട് കുറയാൻ വേണ്ടിയിട്ട്. അങ്ങനെ അമ്മയും മോനും ഉറങ്ങാൻ പോവുകയാണ്. അങ്ങനെ ലക്കി ബേബി ആയിട്ടുള്ള കുറച്ച് സമയം മാത്രം കേട്ടോ. ഒരു അമ്മേനെ കഴിഞ്ഞ് നമ്മൾ കൂടുതൽ എൻജോയ് ചെയ്യുന്നത് ഒരു അച്ഛമ്മ എന്നുള്ള നിലയ്ക്കായിരിക്കും കേട്ടോ. അവരുമായിട്ട് നമ്മൾ കൂടുതൽ അങ്ങ് അടുക്കുന്നത്. നമ്മുടെ മക്കളെ വളർത്തിയപ്പോൾ നമ്മൾ ഇങ്ങനെയൊന്നുമല്ല. ഇവരെ നമ്മൾ ഒന്നും പറയത്തില്ല, വഴക്ക് പറയില്ല, ഒന്നും ചെയ്യില്ല. നമ്മുടെ മക്കളെയൊക്കെ പിടിച്ചിട്ട് തല്ലൂലേ. ഇതൊക്കെ നമുക്ക് ഒന്നും ഇതാവില്ല. പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് എല്ലാവരും കാണുന്നതെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. എല്ലാവരിലേക്കും എത്തണം കേട്ടോ. പുതിയൊരു വീഡിയോ ആയിട്ട് വരാമെന്നുള്ള വിശ്വാസത്തോടെ നിർത്തട്ടെ. നന്ദി, നമസ്കാരം.